ഹലോ. ഹലോ. എന്റെ പേര് നാഥൻ. ആ, എനിക്ക് മനസ്സിലായടാ. ഞാൻ തിരിച്ചു വിളിക്കാം. എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. ഓക്കെ. ആ, ബൈ. ഹലോ മാഡം, പറയൂ മാഡം. എന്തു പറയാൻ, പ്രീ ഡിഗ്രി കാലത്തെ കവിതാ മത്സരം ഓർത്തുപോയി. പിന്നെ നമ്മുടെ ടൂറും. ആവശ്യമില്ലാതെ വെറുതെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കല്ലേ. കാലം മാറുംതോറും നമ്മുടെയൊക്കെ റോളുകൾ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം. നിന്റെ ജോലി എങ്ങനെ? പ്രൊമോഷനായി, ടൗൺ ബ്രാഞ്ചിലാ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെയാ താമസം. ആഴ്ചയിൽ പോയി വരും. ഭാമ പറഞ്ഞു ഓഫീസിൽ എന്നും തിരക്കായിരിക്കും. പിന്നെ തന്റെ മോളും കെട്ടിയനൊക്കെ എന്ത് പറയുന്നു? മോള് ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിങ്. കെട്ടിയോൻ ഗൾഫ് വാസം വിടിഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. നാദാ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുരളിച്ചേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് നാദ മെസ്സേജ് ചെയ്തിരുന്നു. ഭാമ കൊടുത്തതാ നമ്പർ. നല്ല കൂട്ടായിരുന്നു ഞങ്ങളെല്ലാവരും. ആളിപ്പോ എവിടെയാ? ബാങ്കിലാ, ടൗൺ ബ്രാഞ്ചില്. ഈയിടെ ട്രാൻസ്ഫറായി വന്നതാ. ഭാമ അപ്രതീക്ഷിതമായി ടൗണിൽ വെച്ച് കണ്ടതാ. അവളാ എന്റെ നമ്പർ കൊടുത്തേ. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും പ്രസിഡന്റ് വിളിച്ചു. നാളെ നേരത്തെ ഇറങ്ങണമെന്ന് പറയാൻ. കളക്ടറേറ്റ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, എന്നാ പിന്നെ നാളെ താൻ ചെല്ല്. മോളെ വേണേ ഞാൻ കൊണ്ടുവിട്ടോളാം. ആ, കാറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ നേഴ്സറിന്ന് പുതിയതെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരുമോ? എന്നാ ശരി, കിടക്കാം. എടാ നന്ദു, നീ അവിടുത്തെ കളക്ടർ ഒന്നുമല്ലോ. കളക്ടറേറ്റിലെ UD ക്ലർക്ക് അല്ലേ? ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത ശനിയാഴ്ച. എടോ, ധനലക്ഷ്മിക്ക് വില്ലേജ് ഓഫീസിൽ നല്ല തിരക്കാണെന്നാ പറയുന്നേ. ദേ, അവള് വരും. മോനെ, 2 ചായ. പിന്നെ PSC ഒന്നും എഴുതിയില്ല. അതൊന്നും നമുക്ക് ശരിയാവില്ലടാ. ശരിയടാ. ഇപ്പോ മണപ്പുറം ഫിനാൻസില് ആളെത്തിയില്ല. ജയകൃഷ്ണ, നീ ആളായി മാറില്ല. മോനെ, ഒരു ചായ കൂടി. എത്ര നാളായിടാ കണ്ടിട്ട്. നിനക്ക് പ്രൊമോഷൻ ഒന്നും ആയില്ലടാ? ഏയ്, യൂണിയൻ പ്രവർത്തനവും പ്രൊമോഷനും രണ്ടും കൂടി നടക്കില്ലടാ. ഒരു കണക്കിന് പ്രൊമോഷൻ കിട്ടാതിന് നന്നായി. ഓ, അത് ശരി. ചായ. നമ്മുടെ പ്ലാൻ പ്രകാരം ശനിയാഴ്ച കൂടാൻ തീരുമാനിച്ചു. ശ്രീകല. ഹലോ. ഹലോ. ഹലോ മാഡം. ഹേയ്, ഇത് നമ്മുടെ ജോർജ് അല്ലേ? അതെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ശനിയാഴ്ച. അതെ, ജയകൃഷ്ണനുണ്ട്. അതെയോ? ശ്രീകല, സുധൈ വിളിച്ചിരുന്നോ? അവളിപ്പോഴും KSF തന്നെ. അതെ, അവള് വരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശനിയാഴ്ച കാണാം. എടാ, എല്ലാം സെറ്റല്ലേ? എല്ലാം ഓക്കെയാണ്. അപ്പൊ പറഞ്ഞ പോലെ ശനിയാഴ്ച.
ഓക്കെ 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 ജയ ഫുഡ് വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഞാനിപ്പോ വരാട്ടോ. ജോർജിന് ഇത്രയും പിടിപാടൊക്കെ ആയോ? പണ്ടത്തെ പ്രോഗ്രാമൊക്കെ അവൻ തന്നെയല്ലേ പ്ലാൻ ചെയ്യാറ്. നല്ല രസമുണ്ടല്ലേ? ഇരിക്കേ. അവരിത്ര പെട്ടെന്ന് വിചാരിച്ചില്ല. അവരേതായാലും വന്നത് നന്നായി. പിന്നെ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? കൊണ്ടുപോടാ. അന്ന് പിന്നെ അങ്ങനെ ഇവൻ ഇപ്പോഴും ഒരു മാറ്റം ഇല്ല. ഇപ്പൊ ഭയങ്കര ഇതായല്ലേ? നീ എന്തോ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. എന്റെ പ്രിയ കൂട്ടുകാരെ, ഹലോ ഹലോ ഹലോ, ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ പ്ലീസ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് 50 വയസ്സിൽ നിന്ന് 22 വയസ്സിലേക്ക് ചെറുതാവാനാണ്. ആയതിനാൽ മക്കളുടെ കല്യാണം കഴിയാറായതോ കഴിഞ്ഞതോ ആയ കഥയൊന്നും ഇവിടെ ആരും പറയാൻ നിൽക്കണ്ട. കുടിക്കാൻ പറഞ്ഞ കുടിക്കുക, പാടാൻ പറഞ്ഞ പാടുക, പാടാൻ പറഞ്ഞ അങ്ങട് ആടുക. ഓക്കെ, അപ്പൊ ഒന്ന് കൈയടിച്ചേ. യെസ്. ശ്രീകലയ്ക്ക് എന്റെ വക. ഇത് വൈനല്ലേ? അടിപൊളി. എങ്ങനെയുണ്ട്? ഇന്ന് നമ്മുടെ ദിവസം. മുൻകൂർ ജാമ്യം എടുത്തിട്ടാ ഞാനിന്ന് വന്നേക്കുന്നേ. ഒരെണ്ണം കൂടെ ഒഴിക്കേ പ്ലീസ്. ഒരെണ്ണം വേണം. ബാമേ, നിന്റെ ട്രെയിനിങ് ഉണ്ടാവും. സ്ത്രീകളെ കഴിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. ഒന്ന് പോടോ. എന്താ നിങ്ങൾ കുടിക്കുന്ന എനിക്ക് കുടിച്ചൂടല്ലേ? നോ ഡിസ്ക്രിമിനേഷൻ ഇൻ ദിസ് റിഗാർഡ്. Cheers. Cheers. ഇത് നന്നാവും. ഒരു കവിത എല്ലാം പോവാം. ഓക്കെ. ഇന്നലെ രാവിലെ നിന്നെ ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ എൻ മനം കുളിർത്തു തിമിർത്തു സഖി. രാവിലെ എന്നമ്മ പാകം ചെയ്തൊരു ഉച്ചഭക്ഷണ പൊതിയുമായി ക്യാമ്പസിലേക്കുള്ള വണ്ടിയിൽ നിന്ന് ഞാനൊന്നു ചിന്തിച്ചു. നീയാര്, പേരെന്ത്, എവിടെ നീ പോകുന്നു? നീയാര്, പേരെന്ത്, എവിടെ നീ പോകുന്നു? പെട്ടെന്നു ഞാനൊന്നു തിരിഞ്ഞപ്പോൾ എൻ മുന്നിലിരിക്കുന്നു കേശത്തിൽ ഒരൽപ്പം തുളസി കതിരുമായി നീ. അടുത്ത് നോക്കിക്കോട്ടാ. തിങ്ങി നിറഞ്ഞ പ്രൈവറ്റ് ബസിന്റെ ശരം വിട്ട പോക്കിൽ ആ വളവൊന്നു തിരിഞ്ഞപ്പോൾ എൻ കൈത്തളം നിന്റെ കണ്ടത്തിൽ ഒന്ന് മുട്ടിയപ്പോൾ ജയേശ്വരനോ വെച്ചേ, നിന്റെ നോട്ടത്തിന് എന്തു ചന്തം, എന്തു ചന്തം. ഇതങ്ങോട്ട് വലിച്ചേ. പിന്നെ മുന്നിമ വിടാതെ നിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കവേ എൻ കൂട്ടുകാരെന്നെ നോക്കി പരിഹസിച്ചതും ഞാൻ ഓർത്തുപോയി. കയ്യടി കയ്യടി കയ്യടി. അപ്പൊ ക്ലൈമാക്സിലേക്ക് വരാണ്. ഒരൽപ്പം ഇടവേളയ്ക്ക് ശേഷം സഖി നീ എന്നെ നോക്കി പുഞ്ചിരിച്ചു. പരിഹസിച്ചവർക്ക് പഞ്ഞമേകിയതും ഞാൻ കണ്ടു. കൈയടിച്ചോ കൈയടിച്ചോ കൈയടിച്ചോ. എങ്ങനെ കവിത കൊള്ളാം.
ദേ ബാമയ്ക്കിന് കൊടുക്കരുത്. അവളിപ്പോ തന്നെ ഓവറാ. ഞാൻ അവളെ കൊണ്ട് എടുത്തിട്ട് വരാം. ആ ബാമേ ഒരം കൂടി ദാ അവിടെ പോയിരിക്കാം. എന്താവോ നല്ല ഫിറ്റായല്ല. ഇരിക്കി. അതെ, എല്ലാരോടും പറയാ ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. ദേ വന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ട് തേപ്പിച്ചെന്നെ കേട്ടോ. ദേ നാളെ ഇതും പറഞ്ഞ എന്റെ ജോലി ഒന്നും കളയരുത്. എനിക്ക് പുറത്തു പോണം. ആ ശരി ശരി, വാ എനിക്ക്.